അപ്പം ഞാൻ നമ്മുടെ ദുബായ് ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റ് ഇനോഗ്രേഷൻ പ്രമോഷൻ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ഞാൻ വീണേ. സോ ഗുഡ് നൈറ്റ് ഓൾ. എന്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒരുപാട് നന്ദി, സ്നേഹം. സോ എനിക്കിപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. അപ്പം ഞാനിനി ഉറങ്ങട്ടെ. ഇപ്പൊ സമയം എനിക്ക് ഒന്ന് 2 മണി കഴിഞ്ഞിട്ട് തോന്നുന്നു. 2 മണി വരെയാണ്, 3 മണി വരെയാണ് ഇവിടുത്തെ ടൈം. 3 മണി കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കുന്നത് ദുബായ് ടൈം. സോ ഹാപ്പി. അപ്പം നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പൊ ഇതാ ഒരു ഐറ്റംസ്. ഇത് ട്രാൻസ്ജെൻഡറും അല്ല, സാധാ ജെൻഡറും അല്ല, അങ്ങനത്തെ ഒരു സംഭവം. ദുബായില് 3 മണി, രാത്രി 3 മണിക്ക്, പുലർച്ചെ 3 മണി ഐറ്റം ഡാൻസ് കളിക്കാൻ പോയതാ. ബാറ് ഉദ്ഘാടനത്തിന് പോയതാ ദുബായില്. അല്ലാഹുവേ, എന്ത് കാലം. പാവാട ഇറങ്ങി 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 ഇനി ഇറങ്ങാനില്ല. കുട്ടികളെ പോറ്റാൻ പോയതാണേ. 2 കുട്ടികളും തള്ളിയും തന്തിയൊക്കെ ഉണ്ട്. ആരോ പോറ്റാൻ പോയതാ. സംഭവം കലാകാരിയാ. നാണല്ലേ ഇതൊക്കെ പറയാന്. നമ്മള് കൊറേയൊക്കെ കേട്ടു. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയണ്ടെന്ന് വിചാരിച്ചു. മനസ്സിൽ തോന്നിയൊന്ന് പറയാണ്. കാണാൻ ആളില്ലെങ്കിലും നമ്മള് പറയേണ്ടത് നമ്മള് പറഞ്ഞിടാലോ എന്ന് വിചാരിച്ചു. ഈ ജാതി സാധനങ്ങൾ ഉള്ളിടത്തോളം കാലം സമൂഹം നന്നാവൂല. മാത്രല്ല ഇവരെ പോലെ സപ്പോർട്ട് ചെയ്യാൻ ഇവരൊക്കെ സപ്പോർട്ടിങ് കണ്ടമാനുണ്ട്. ഈ സപ്പോർട്ടർമാരെ ആവശ്യം എന്താണ്? ഇങ്ങനെയുള്ള ആൾക്കാരെ നിർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം യൂട്യൂബ് ചാനൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ഐറ്റം ഡാൻസരും, പിന്നെന്താ ഫീസ് കാണിച്ചു കൊടുക്കലും, പിന്നെന്താ ഇവിടെ ഒരു എന്താ സബ്സ്ക്രിപ്ഷനാ അങ്ങനെ എന്താ തുടങ്ങിക്കുന്ന ഇൻസ്റ്റയില് 1000 അയക്കണം എന്നൊക്കെ പറയുന്നത്. എന്താണ് ഒരാൾക്ക് 400 രൂപ ഉണ്ട്, 250 രൂപ മുതൽ 400 രൂപ. എടേ നാണല്ലേ ഇടേ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് എന്തൊക്കെ ഇട്ട് വെളുപ്പിച്ചിട്ടാണ് വരുന്നതാണ്. ഫിൽറ്റർ ഇട്ടിട്ട് നിങ്ങളെ മുന്നിൽ കാണിക്കുന്നതാണ്. മുരിങ്ങാക്കോല് പോലുള്ള സാധനം ഇതൊക്കെ കണ്ടു നിൽക്കുന്നത് നിങ്ങളൊക്കെ അല്ല. ചാണത്തി മുക്കിയ ചൂരൊക്കെ അടിക്കേണ്ടതായ അവനാന്റെ വീട്ടില് നല്ല ഇറച്ചി മാംസമൊക്കെ ഉള്ള 4 അടിച്ചു പൊളി പെണ്ണുങ്ങൾ ഉണ്ടാവും. എന്നാൽ അത് കാണാൻ, അത് നോക്കാൻ നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഏതെങ്കിലും തൊലിച്ചുകള്, വെളുത്തുള്ളി തൊലി പോലെയുള്ള സാധനങ്ങൾ, ഒന്നുമില്ലാതെ ഉണക്കക്കമ്പ് പോലെ നിൽക്കുന്ന സാധനങ്ങള് പാളി വെക്കാനും ചെരിഞ്ഞു വെക്കാനും ഒരു പീസ് കാണാൻ 500 അല്ല, 2000 അല്ല, 4000 കൊടുക്കും. കെട്ടിയ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേക്കപ്പ് സെറ്റ് മേടിക്കാൻ പോലും നിങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല. ഇങ്ങനത്തെ നിങ്ങൾക്ക് വാരി കോരി കൊടുക്കാൻ പറ്റും. നേരം വെളുക്കോളം ഇവരെയൊക്കെ കാണാനും ഇവരായിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് നേരം ഉണ്ടാവും. കെട്ടിയ പെണ്ണിനായിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നല്ല രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളെപ്പോലുള്ളവരല്ലേ ഇവരൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത് അല്ലേ? ഛേ, നാണക്കേട്. കലാകാരി. അപ്പൊ മുൻപൊക്കെ നടന്നിരുന്ന കലാകാരന്മാരൊക്കെ പാടെന്ത്? അവരൊന്നും കലാകാരന്മാരല്ലായിരുന്ന. ഇത്ര പബ്ലിക്കിന്റെ മുന്നിൽ പൊക്കളും കഴിച്ച് താഴത്തേക്ക് 10 സെന്റിമീറ്ററും മേലേക്ക് 5 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററും ആകണ്ടേ, അത് മൊത്തം പുറത്തായി. എന്താ രസം. ആർക്കുള്ളത് ഇങ്ങനത്തത്? ആർക്കില്ലല്ലോ. അപ്പൊ ദുബായിൽ ഇതാണ് പരിപാടി. പടച്ചോനെ, മിസൈലും പിന്നെ ഇപ്പതാ മഴ ഇറങ്ങിക്കുന്നത്. എന്തെല്ലാം പ്രകൃതിയായിട്ടും അല്ലാതെയായിട്ടും ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അറബി നാട്ടിൽ. എങ്ങനെ ഇവ നടക്കായിരിക്കും? ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടുന്നൊക്കെ കയറി പോയിട്ട് അവിടെ ചെയ്യുന്നത്. അതെങ്കിലും അവിടെയെങ്കിലും നല്ലൊരു നാടുണ്ടായിരുന്നു, അന്നം വെള്ളവും കുടിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ അവിടേക്കൊക്കെ ഇതിങ്ങനെ കയറി പോയി അവിടെ പോയിട്ട് കാട്ടുമ്പോ എങ്ങനെയാണിപ്പ അവിടെ നശിച്ചൂലേ? ഇവിടെ നശിപ്പിച്ചു, ഇവിടുന്ന് കയറി അവിടെയും നശിപ്പിച്ചു. എങ്ങനെയുണ്ട്? ബെറ്റർ അല്ലേ? ഇങ്ങനെയുള്ളവർക്ക് ഒരു കൂസലും ഇല്ല. ഇവരെല്ലാ കാര്യം നടക്കും. വെള്ളടി നടക്കും, ഗ്യാസ് അടി നടക്കും, പിന്നെ എല്ലാ അടി നടക്കും. ഒരു കുഴപ്പമില്ല. അന്ന വെള്ളത്തിന് ഒരു കുമുക്കം ഒന്നുമില്ല. എത്തിക്കും. പാവപ്പെട്ട ആൾക്കാരാണ് പാക കുടുങ്ങിയിരിക്കുന്നത്. മാന്യം മര്യാദയ്ക്ക് ജീവിക്കുന്നവര്, അന്തസ്സോടെ ജീവിക്കുന്നവർക്കാണ് ഇപ്പൊ ബുദ്ധിമുട്ടുള്ളത്. അവർക്കാണ് പ്രശ്നങ്ങൾ, പ്രയാസം എന്നും അന്നും ഇന്നും എന്നും. വായക്കുളുപ്പില്ലാത്തവന് എന്നാ പള്ളക്ക് വിശപ്പില്ല എന്നറിയും. അങ്ങനെ തന്നെ ഉണ്ടേ. അതന്നെ എന്ന് പറയും. എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇവർക്കൊക്കെ ഒന്നും നാണില്ല. അപ്പൊ പിന്നെ എന്താ, അവർക്ക് വിശപ്പുണ്ടാവില്ല. കാരണം എവിടുന്ന് ചോദിച്ചു വാങ്ങാനും, ഏത് കോലം കെട്ടാനും, എങ്ങനെ പോയിട്ട് ആൾക്കാരെ മയക്കാനും, ഏത് രീതിയിൽ കൂടെ പണം ഉണ്ടാക്കാനും, എങ്ങനത്തെ പണം ഉണ്ടാക്കിയാലും പണം അല്ലേന്ന്. അല്ലടേ, എങ്ങനെയെങ്കിലൊക്കെ പണം ഉണ്ടാക്കിയിട്ട് ആ പണം അല്ല ഉപയോഗിക്കേണ്ട നമ്മള്. പണം ഉണ്ടാക്കാൻ പല മാർഗമുണ്ട്. നല്ല മാർഗമുണ്ട്, ചീത്ത മാർഗമുണ്ട്. നല്ല മാർഗത്തിൽ കൂടെ പണം ഉണ്ടാക്കുക. വീഡിയോ ചെയ്താലും ഉണ്ടാക്കാം,
ഈ വീഡിയോ സാധാരണ രീതിയിൽ മറ്റുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്താലും ഉണ്ടാക്കാലോ. പക്ഷെ ഇവിടെ അവിടെയും കാണിച്ചു കൊടുത്ത് മറ്റുള്ളവരെ ഇത്രയും ആണുങ്ങളെ മുന്നിൽ ആടി കുഴഞ്ഞ് വെള്ളം അടിച്ച് കൂത്താടി എല്ലാ രീതിയിലും ഇതാക്കി കൊടുത്തിട്ട് അതിന്ന് എടുത്തിട്ടുള്ള പണം കൊണ്ട് എന്തിനെന്താ സാറേ? പിന്നെന്താ, പിന്നെ അറസ്റ്റ് ചെയ്തിക്കണ്, ഗൾഫിൽ വെച്ച് അറസ്റ്റ് ചെയ്തിക്കണെന്ന് പറയുന്നുണ്ട്, പിന്നെ പിഴ ഇട്ടിക്കണെന്ന് പറയുന്നുണ്ട്, പിന്നെ വേറെന്താ റീൽസ് റദ്ദാക്കിക്കണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല ലെവലിലും പല രീതിയിലൊക്കെ ഞാൻ വീഡിയോസിന് തമ്മിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ആക്കി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോ കാണുന്ന സീനുകളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ്. രാത്രിയില് പിന്നെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അത് ഇങ്ങനെയൊക്കെ പാർട്സ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത്ര രൂപ വെച്ചിട്ട് അത് വേറെ മേടിക്കുന്നുണ്ട്. അതല്ലാതെ നാടകങ്ങളുണ്ട്, ആൽബം ഉണ്ട്, ഡാൻസ് ഉണ്ട്, ബ്രേക്ക് ഡാൻസ് ഉണ്ട്, പിന്നെന്താ ഇങ്ങനെയുള്ള ഡാൻസ് ഉണ്ട്, ക്യാബറ ഉണ്ട്. ഇതൊക്കെ എല്ലാ പരിപാടി കൂടെ വരുമാനം ഉണ്ടാക്കുകയാണ്. അതിനെ പറയില്ല. അതില് ഈ രേണുവിന്റെ കാര്യത്തിൽ പറയണേ, രേണുവിന് കലൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല. പാട്ട് പാടുന്നൊക്കെ നല്ല ഇഷ്ടമാണ്. ആ പാട്ടൊക്കെ നല്ല രീതിയിൽ പാടണം. നമുക്ക് കൂടെ പറ്റാത്ത രീതിയിലാണ് അവര്. നല്ലൊരു വോയിസ് ആണ്, നല്ല പാടുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ഡാൻസും നല്ല കളിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആ രീതിക്ക് അനുസരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നല്ല രീതിയിൽ ചെയ്യാം. നമ്മളെ സാബിത്താനെ കുറിച്ച് ഞാൻ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ നല്ല മേക്കപ്പും വൾഗറായിട്ടുള്ള ഡ്രസ്സും ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നല്ല പറയുന്നത്. മാന്യമര്യാദയ്ക്ക് ചെയ്യാലോ. ഈ ജോലിക്ക് വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഉദ്ഘാടനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഐറ്റം ഡാൻസിന് വേണ്ടി പോയതാണല്ലോ, അങ്ങനെ നമുക്ക് പറയാലോ. ഉദ്ഘാടനം ആണെങ്കിൽ ഉദ്ഘാടനത്തിന് കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞില്ലേ, അതിനാൽ അത് പണി കഴിഞ്ഞില്ലേ. അപ്പൊ ഇതല്ല ആവശ്യം. ശരീരം വിറ്റ് ക്യാഷ് ഉണ്ടാക്കുക, അതാണ് ആവശ്യം. പക്ഷെ അവരുടെ ഒക്കെ കാണാൻ ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. പേരെ ഒഴിവാക്കി വേറൊരു മുസ്ലിം പുരുഷനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ ഞാൻ മതവും മാറും. എന്തൊക്കെ എവിടെയും ഉറച്ചു നിൽക്കുന്നില്ല. പേഴ്സണാലിറ്റി വേണം. നമ്മള് 14 സ്ഥലത്തും കാലിട്ട് അവിടെ ഓടി ഇവിടെ ഓടി അവിടെ ഓടി ഇവിടെ ഓടി മറ്റോടത്ത് ഓടി പൈസ ഒക്കെ ഉണ്ടാക്കും. ഈ പൈസ നമുക്ക് ഉപയോഗപ്പെടണല്ലോ. ആ രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയാലേ ഉപയോഗപ്പെടുള്ളൂ. അല്ലാഞ്ഞാൽ നമുക്കത് ഹോസ്പിറ്റൽ ചെലവിന് തന്നെ പോവുള്ളൂ. അത് വെറുതെ പറയാണ്. എന്തോ ഏതോ ഐറ്റം ഡാൻസ് കാണാനുള്ളവർ ഇനിയും തിക്കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും, കാണുന്നുണ്ടാവും. ഇപ്പൊ സമയം 12 ഒരു മണി. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവറ്റിങ്ങളൊക്കെ നന്നാവുക ഇരിക്കുക. പക്ഷെ 4 വാക്ക് നമുക്ക് നമ്മളതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിടാനല്ലേ. അതിനിപ്പോ ആരും ഒത്താശൊന്നും ആവശ്യമില്ലല്ലോ. മൊത്തം യൂട്യൂബ് മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മാത്രമായിരിക്കും പ്രശ്നം ഉണ്ടാവുക. പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാബിറാനെ എല്ലാ ആൾക്കാരും, സാബിത്താനെ എല്ലാ ആൾക്കാരും പറഞ്ഞ് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ലാസ്റ്റാണ് ഞാൻ പോയിട്ട് എന്റെ സാബിത്ത ഡിയർ എന്ന് പറഞ്ഞിട്ട് പോയി പറഞ്ഞത്. പെട്ടില്ലേ. അപ്പോഴെന്റെ മേത്തേക്ക് വന്നത്. അങ്ങനെ അവൾക്ക് പറ്റാവുന്ന ആൾക്കാരെ കൂട്ടി കൊടുക്കും. ഒക്കെ ആക്കി ഇന്നെ കൊണ്ട് പറയിപ്പിച്ച് സുഖമായിട്ട് ഇപ്പൊ തള്ളന്റെ പട്ടിൽ പോയി കയറി കിടക്കുകയാണ്. ഇന്ന് പറഞ്ഞ മാതിരി നമ്മളെന്തെങ്കിലും പറയുമ്പോഴായിരിക്കും അവർക്ക് കേറുക. മറ്റുള്ളവർ പറഞ്ഞൊന്നും കേറലുണ്ടാവില്ല. ഇവളൊക്കെ പോലുള്ളവര് ഇനിയുള്ള കാലം മക്കളെ യൂട്യൂബ് ഭരിക്കും. മാത്രല്ല ഇതെല്ലാം കണ്ടിട്ടാണ് ഇനി നമ്മളുടെ പെമ്പിള്ളേരും മാമ്പിള്ളേരും ഒക്കെ വളർന്നു വരിക. അപ്പൊ ആദ്യമൊക്കെ തന്നെ പാമ്പിള്ളേർക്ക് ഇതൊക്കെ മൊളിഞ്ഞും മറിഞ്ഞും എവിടുന്നെങ്കിലൊക്കെ മുക്കിന്ന് മൂലെന്നൊക്കെ എവിടുന്ന് ആരോടൊക്കെ ചോദിച്ചിട്ട് ഒരു ആനയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ രസിച്ചിരിക്കലാവും. ഇന്നതല്ല. ഇന്ന് പെറ്റിണിക്കുന്ന മക്കൾ വരെ മുന്നിൽ ഇത് ഇങ്ങനെ നീങ്ങി പോകുമ്പോ ഇങ്ങനെയൊക്കെയുള്ള പീസുകളാ കാണുന്നത്. അതുകൊണ്ടാ പറഞ്ഞേ, ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നമ്മളെ ആർക്കും പിടിക്കില്ല. അതാണ് സംഭവം. പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നമ്മൾ പറയേണ്ടത് നമ്മൾ പറയും. അപ്പൊ നമ്മ പോട്ടെ.